ഹായ്. അപ്പൊ നമ്മൾ ICDS സൂപ്പർവൈസറുടെ ലാസ്റ്റ് മൊഡ്യൂൾ 20 മാർക്കുള്ള മൊഡ്യൂൾ നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതുവരെ പഠിച്ചത് കുറേ പദ്ധതികളാണ്. ഇനിയും നമ്മൾ പഠിക്കാൻ പോകുന്നത് പദ്ധതികളെ പറ്റി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ മടുപ്പ് വിചാരിക്കരുത്. നമുക്ക് ഒരുപാട് മാർക്ക് കിട്ടുന്ന ഒരു ഏരിയയാണ്. അത് നിങ്ങൾ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ കുറേ മാർക്ക് അടിച്ചു പോകും. അപ്പോൾ പല ആവർത്തി കേൾക്കുക എന്നുള്ളതാണ് ഇതിനുള്ള ഒറ്റമൂലി എന്ന് പറയുന്നത്. അല്ലാണ്ട് വേറെ ഒരു വഴിയുമില്ല. പല ആവർത്തി ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. വിദ്യാഭ്യാസ പദ്ധതികളെ പറ്റി നമുക്ക് നോക്കാം. നമ്മൾ സ്ത്രീകളെ പറ്റിയുള്ള പദ്ധതികളൊക്കെ നോക്കി, ആരോഗ്യ പദ്ധതികൾ നോക്കി. ഇനി വിദ്യാഭ്യാസ പദ്ധതികൾ. കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ പുരസ്കാരങ്ങൾ തയ്യാറാക്കുന്നതിന് SCERT ആരംഭിച്ച പദ്ധതിയാണ് ശ്രുതിപാഠം എന്ന് പറയുന്നത്. ശ്രുതിപാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാഴ്ച പരിമിതിയുള്ള വിദ്യാർത്ഥികൾക്ക് ശബ്ദദാനത്തിലൂടെ ഓഡിയോ ബുക്കുകൾ തയ്യാറാക്കുന്ന പദ്ധതിയാണ്. SCERT ആണ് ഈ പദ്ധതി ആരംഭിച്ചത്. ഏത് മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നതിനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ചായം. ചായം എന്ന് പറയുന്നത് അംഗൻവാടി സ്ഥാപനങ്ങളുടെ മുഖച്ഛായ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ഒരു അംഗൻവാടി പെയിന്റ് അടിച്ച് വെക്കണത് എങ്ങാനും മനസ്സിലാക്കി കൊണ്ടുവന്നാൽ മതി. അപ്പൊ നിങ്ങൾ ചായം എന്നുള്ള പേര് മറക്കില്ല. ഓക്കെ. ഓൺലൈൻ പഠനത്തിന് വിദ്യാർത്ഥികൾക്ക് മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് വിദ്യാതരംഗിണി. വിദ്യാതരംഗിണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലൈൻ പഠനത്തിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഒക്കെ വേണ്ടി വരില്ലേ? അങ്ങനെ മൊബൈൽ ഫോൺ വാങ്ങുന്നതിന് പലിശരഹിത വായ്പ ലഭ്യമാക്കുന്ന സംസ്ഥാന സഹകരണ വകുപ്പിന്റെ പദ്ധതിയാണ് എന്ത്? വിദ്യാതരംഗിണി എന്ന് പറയുന്നത്. വിദ്യാർത്ഥികളുടെ പഠനത്തിനായി ലാപ്ടോപ്പ് നൽകുന്ന KSFE പദ്ധതിയാണ് വിദ്യാശ്രീ. ഓക്കെ. വിദ്യാർത്ഥികളുടെ പഠനത്തിനായിട്ട് ലാപ്ടോപ്പ് നൽകുന്ന KSFE പദ്ധതിയാണ് വിദ്യാശ്രീ. കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ ആരംഭിച്ച പദ്ധതി ഏതാണ്? കൈറ്റ് കേട്ടോ. കൈറ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൈറ്റ് കേരളത്തിലെ വിദ്യാലയങ്ങളെ ആധുനികവൽക്കരിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് കൈറ്റ് എന്ന് പറയുന്നത്. അവിടെ കുറെ എന്താണ് കമ്പ്യൂട്ടറുകൾ കൊണ്ടുവരിക, അങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൈറ്റ് ഉള്ളത്. സംസ്ഥാനത്ത് നടപ്പിലാക്കി വരുന്ന പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന് നൽകിയിരിക്കുന്ന പുതിയ പേരെന്ത്? വിദ്യാകിരണം എന്നാണ് കേട്ടോ. വിദ്യാകിരണം. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ പുതിയ പേര് വിദ്യാകിരണം. മറക്കരുത്, വിദ്യാകിരണം. കേരളത്തിൽ ആദ്യമായി ഓൺലൈൻ കായിക പ്രവൃത്തി പരിപോഷണ പരിപാടി നടത്തി. അതിന്റെ പേര് വിദ്യാരവം എന്നായിരുന്നു. കേരളത്തിൽ ആദ്യമായി നടപ്പിലാക്കുന്ന ഓൺലൈൻ കായിക പ്രവൃത്തി പരിപോഷണ പരിപാടിയാണ് വിദ്യാരവം കേട്ടോ. വിദ്യാരവം. പിന്നെ സ്കൂളുകളെയും കലാലയങ്ങളെയും ലഹരി വിമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. എന്താണ്? ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ്. സംസ്ഥാന ആയുർവേദ വകുപ്പ് നടപ്പിലാക്കിയ സ്കൂൾ തല ആരോഗ്യ പദ്ധതിക്ക് നൽകിയ പേരെന്താണ്? ബാലമുകുളം എന്നാണ് പേര് കേട്ടോ. ബാലമുകുളം എന്നാണ് അതിന്റെ പേര്. പെൺകുട്ടികൾക്ക് ആയോധന കലകളിൽ പരിശീലനം നൽകി അവരെ ആത്മധൈര്യവും സുരക്ഷിതത്വ ബോധവും വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കേരള വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് കരുത്ത് എന്ന് പറയുന്നത്. കരുത്ത് കേട്ടോ. കരുത്ത്. നല്ല ആയോധന പരിശീലനം ഒക്കെ നേടുന്ന ആൾക്കാർക്ക് എന്തുണ്ടാവും? കരുത്തുണ്ടാവും. കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് വി ക്യാൻ. ഓക്കെ. വി ക്യാൻ എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? കുട്ടികൾക്കിടയിൽ നടത്തുന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ പരിപാടിയാണ് കേട്ടോ. അടുത്തത് പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയാണ് നവപ്രഭ. പല കാരണങ്ങളാൽ പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്ന 9ാം ക്ലാസ്സിലെ കുട്ടികളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നവപ്രഭ എന്ന് പറയുന്നത് കേട്ടോ. നവപ്രഭ. പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയാണ് സ്മൈൽ പദ്ധതി കേട്ടോ. സ്മൈൽ പദ്ധതി. സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ലീപ് ടു എക്സസ് എന്നാണ് അതിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ പൊതുജനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഗുണമേന്മയുള്ള സ്പോർട്സ് അവസരം നൽകിക്കൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ കായിക താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള പദ്ധതിയാണ് സ്മൈൽ പദ്ധതി. സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ലീപ് ടു എക്സലൻസ് എന്നാണ് ഈ പദ്ധതിയുടെ ഫുൾ ഫോം. സ്മൈലിന്റെ ഫുൾ ഫോം ഒന്നുകൂടി പറഞ്ഞുതരാം. സ്പോർട്സ് മിനിസ്റ്റേഴ്സ് ഇൻഫ്രാസ്ട്രക്ചറൽ ലീപ് ടു എക്സലൻസ്.
ഇനി നമുക്ക് നോക്കാനുള്ളത് പട്ടിക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികളെ പറ്റിയിട്ടാണ്. പട്ടികവർഗ യുവജനങ്ങളുടെ ക്ഷേമത്തിനായുള്ള കേരള സർക്കാർ പദ്ധതിയാണ് ഗോത്ര ജ്യോതി എന്ന് പറയുന്നത് കേട്ടോ. ഗോത്ര ജ്യോതി. കേരള സർക്കാരിന്റെ ഗോത്ര പൈതൃക ഗ്രാമ പദ്ധതിയാണ് എന്നൂര് കേട്ടോ. എന്നൂര്. കേരളത്തിലെ പട്ടികവർഗത്തിലെ അമ്മമാർക്കും ഗർഭിണികൾക്കും പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ജനനി ജന്മരക്ഷ കേട്ടോ. ജനനി ജന്മരക്ഷ. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്കായി കേരള സർക്കാർ ആരംഭിച്ച സമഗ്ര നൈപുണ്യ വികസന പദ്ധതിയാണ് സമന്വയ ട്ടോ. സമന്വയ. ആദിവാസികൾക്ക് ഭവനങ്ങളിലെത്തി ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് ഗോത്രസേവ കേട്ടോ. ഗോത്രസേവ. അതിനൊപ്പം തന്നെ നിങ്ങൾ പഠിക്കേണ്ടതാണ്. ഇത് ചെറുതായിട്ടൊരു സാധനം വിട്ടുപോയിട്ടുണ്ട്. മീൻസ് വിട്ടുപോയല്ല, അത് താഴെ എഴുതണ്ടായിരുന്നു. ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതിയാണ് ഗോത്ര സാരഥി. അപ്പൊ വീടുകളിലെത്തിയിട്ട് എന്ത് കൊടുക്കുക? ഡ്രൈവിംഗ് പരിശീലനം കൊടുക്കുന്നത് എന്താണ്? ഗോത്ര സാരഥിയും. ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയുള്ള പദ്ധതി ആദിവാസി ഊരുകളിൽ നിന്ന് കുട്ടികളെ സ്കൂളിൽ എത്തിക്കാനുള്ള പദ്ധതി ഗോത്ര സാരഥിയും വീട്ടിലെത്തി ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പദ്ധതി ഗോത്ര സേവയും ആണ് കേട്ടോ. പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങളാണ് വിജ്ഞാൻവാടി എന്ന് പറയുന്നത് കേട്ടോ. വിജ്ഞാൻവാടി. പട്ടികജാതി വിദ്യാർത്ഥികളെയും യുവാക്കളെയും ആനുകാലിക വിജ്ഞാന സമ്പാദനത്തിന് പ്രാപ്തരാക്കി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ ഒരുക്കി സ്ഥാപിച്ച കേന്ദ്രങ്ങളാണ് വിജ്ഞാൻവാടി എന്ന് പറയുന്നത്. പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക്. അപ്പോൾ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് അറിയാം അവരുടെ ബുക്കുകൾക്കൊക്കെ നല്ല വിലയായിരിക്കും. അപ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടിക വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിലയേറിയ റഫറൻസ് ഗ്രന്ഥങ്ങൾ നൽകുന്ന പദ്ധതിയാണ് ബുക്ക് ബാങ്ക് എന്ന് പറയുന്നത്. മറയൂരിലെ ഗോത്ര ജനതയെ ഡ്രൈവിംഗ് പഠിപ്പിക്കാനുള്ള മോട്ടോർ വാഹന വകുപ്പിന്റെ പദ്ധതിയാണ് കനിവ് എന്ന് പറയുന്നത് കേട്ടോ. കനിവ്. ഇനി മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ നോക്കാം. ഒറ്റയ്ക്ക് താമസിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ലോക്ക്ഡൌൺ കാലത്ത് അവശ്യ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കേരള പോലീസ് ആരംഭിച്ച പദ്ധതിയാണ് പ്രശാന്തി എന്ന് പറയുന്നത്. മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ഗ്ലൂക്കോമീറ്റർ നൽകുന്ന പദ്ധതിയാണ് വയോമധുരം കേട്ടോ. വയോമധുരം. വയോജനങ്ങൾക്കുള്ള സേവനങ്ങൾ കണ്ടെത്താൻ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സേജ് സീനിയർ കെയർ ഏജ് ഗ്രോത്ത് എഞ്ചിൻ എന്നാണ് അതിന്റെ ഫുൾ ഫോം. വയോജനങ്ങളെ സേവനങ്ങൾ കണ്ടെത്താൻ സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് സേജ് സീനിയർ കെയർ ഏജ് ഗ്രോത്ത് എഞ്ചിൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് ഇപ്പോൾ സ്റ്റാർട്ടപ്പുകൾ പല വിധത്തിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യുക? വയോജനങ്ങൾക്കുള്ള സേവനങ്ങളൊക്കെ നൽകുക. ഓക്കെ. അപ്പോൾ നല്ല രൂപയിലുള്ള വീൽ ചെയറുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയുടെ പേരെന്താണ്? സേജ് എന്നാണ് പറയുന്നത്. സാമൂഹിക സാമ്പത്തിക ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് വയോരക്ഷ എന്ന് പറയുന്നത് കേട്ടോ. വയോരക്ഷ. വയോജനങ്ങൾക്കും ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർക്കും മരുന്ന് വീട്ടിലെത്തിക്കാനുള്ള കേരള സർക്കാർ പദ്ധതിയാണ് കാരുണ്യ അറ്റ് ഹോം എന്ന് പറയുന്നത് കേട്ടോ. കാരുണ്യ അറ്റ് ഹോം. തൊഴിൽ രഹിതരായ മുതിർന്ന പൗരന്മാർക്ക് വേണ്ടി സർക്കാർ ആരംഭിക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ കേട്ടോ. നവജീവൻ. മുനിസിപ്പൽ/കോർപ്പറേഷൻ പരിധിയിലെ എത്ര വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി കേരള സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് വയോമിത്രം. 65 വയസ്സാണ് കേട്ടോ. 65 വയസ്സാണ്. മുനിസിപ്പൽ അല്ലെങ്കിൽ കോർപ്പറേഷൻ പരിധിയിൽ എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് വയോമിത്രം പ്രകാരം സഹായം ലഭിക്കുന്നത്? 65 വയസ്സിന് മുകളിലുള്ളതാണ്. ഓക്കെ. ഇനി ഭിന്നശേഷിക്കാർക്കായിട്ടുള്ള പദ്ധതികൾ നോക്കാം. ഭിന്നശേഷി വിഭാഗങ്ങളുടെ ക്ഷേമവും സംരക്ഷണവും ലക്ഷ്യമിട്ട് സാമൂഹിക നീതി വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതിയാണ് സഹജീവനം എന്ന് പറയുന്നത് കേട്ടോ. സഹജീവനം എന്ന് പറയുന്നത്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ സമഗ്ര ശിക്ഷ കേരള പദ്ധതിയാണ് വൈറ്റ് ബോർഡ് കേട്ടോ. വൈറ്റ് ബോർഡ് എന്ന് പറയുന്നത് ഭിന്നശേഷിയുള്ള കുട്ടികൾക്ക് അധ്യയന വർഷം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്കായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലുള്ള സ്പെഷ്യൽ സ്കൂളാണ് ബഡ് സ്കൂൾ കേട്ടോ. ഭിന്നശേഷിക്കാരായ വനിതകളുടെ വിവാഹത്തിന് സഹായം നൽകുന്നതിനായി കേരള സർക്കാർ പദ്ധതിയാണ് പരിണയം. ഭിന്നശേഷിക്കാരായ വനിതകളുടെ വിവാഹത്തിന് സഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി എന്താണ്? പരിണയം എന്നാണ് അതിന്റെ പേര്. സുഗമ ഭാരത് അഭിയാൻ ഏത് വിഭാഗക്കാരുടെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്? ഭിന്നശേഷിക്കാരുടെ
ഭിന്നശേഷിക്കാരുടെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്. ഭിന്നശേഷിക്കാരായ കുട്ടികളെ നിർധനരായ അമ്മമാർക്ക് സൗജന്യമായി ഈ ഓട്ടം നൽകുന്ന പദ്ധതിയാണ് സ്നേഹയാനം. അതായത് ഒരു അമ്മയ്ക്ക് ഭിന്നശേഷിക്കാരനായ ഒരു കുട്ടിയുണ്ട്, അവർ നിർധന വിഭാഗത്തിൽപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റേ ഇലക്ട്രോണിക് ഓട്ടോ കൊടുക്കും. അപ്പോൾ അങ്ങനെയുള്ള പദ്ധതികളെയാണ് സ്നേഹയാനം എന്ന് പറയുന്നത്. കേരളത്തെ അംഗപരിമിത സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. ഇത് നമ്മൾ ആരോഗ്യ പദ്ധതികളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കേരളത്തെ അംഗപരിമിത സൗഹൃദ സംസ്ഥാനമാക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് അനുയാത്ര. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാർ സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. ഭിന്നശേഷിക്കാർക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് കേരള സർക്കാരും സാമൂഹിക നീതി വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പരിരക്ഷ. കേട്ടോ, പരിരക്ഷ. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സാവുന്നതുവരെ സഹായം നൽകുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് മാതൃജ്യോതി. ഇതും നമ്മൾ പഠിച്ചതാണ് കേട്ടോ. ഭിന്നശേഷിക്കാരായ അമ്മമാർക്ക് കുഞ്ഞിന് 2 വയസ്സാവുന്നതുവരെ സഹായധനം നൽകുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് മാതൃജ്യോതി എന്ന് പറയുന്നത്. അപ്പൊ കുറെ പദ്ധതികൾ നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇതൊക്കെ 1-2 ആവർത്തി കേൾക്കുക, ക്ലാസ് 1-2 ആവർത്തി കേൾക്കുക. അപ്പൊ തന്നെ നിങ്ങളുടെ തലയിൽ നല്ലോണം ഉറയ്ക്കും. പിന്നെ ഈ ക്ലാസ്സിന്റെ നോട്ട് ലഭിക്കാനും അതുപോലെ തന്നെ ICDS കോഴ്സിൽ ചേരാനായിട്ടും ICDS ഗോൾഡ് ബാച്ചിൽ ചേരാനായിട്ടും നിങ്ങൾ കമന്റിലുള്ള ആ ഒരു ഫോം ഫില്ല് ചെയ്യുക. അപ്പൊ ഗോൾഡ് ബാച്ചിൽ ചേരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സുകളുടെ നോട്ടും ചോദ്യങ്ങളും ലൈവ് ക്ലാസ്സുകളെല്ലാം തന്നെ ലഭിക്കും. പൂർണ്ണമായിട്ടും റിവിഷൻ എല്ലാം തന്നെ ലൈവ് ക്ലാസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. അപ്പം വളരെ നന്നായിട്ട് പഠിക്കാൻ തയ്യാറെടുക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇനിയുള്ള വീഡിയോസ് ഒക്കെ ഗോൾഡ് ബാച്ചിലായിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നന്നായി പഠിക്കുക. ഓക്കെ, താങ്ക് യു.